ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. സാർ, മിനിഞ്ഞാന്നൊരു സൂര്യസ്വാമി മദ്രാസിൽ നിന്ന് വിളിച്ചിരുന്നു. വേറെ ആരും വിളിച്ചില്ലേ? ഇല്ല. ഇടുവ മാറ്റുവിന്റെ ഓപ്ഷൻ നോട്ടീസ് വന്നോ പേപ്പറിൽ? ആ തൃശ്ശൂർ ഇടിച്ച വണ്ടി ടോട്ടൽ ഡാമേജ്. വന്നു. ആ പേപ്പറിങ് എടുത്തോണ്ട് വാ. SI ഒന്ന് കാണണമായിരുന്നു. അകത്തുണ്ട്. സർ, എന്റെ പേര് മുഹമ്മദ് അലി. സെന്റർ ഫോർ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ സെക്രട്ടറിയാണ് ഞാൻ. ഇസ്ലാമിക് ബ്രദർഹുഡോ? അതെ, മുസ്ലിം സഹോദരന്മാരുടെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അതിന് പോലീസ് സ്റ്റേഷനിലാണോ പിരിവിന് വന്നിരിക്കുന്നത്? അയ്യോ, പിരിവിനൊന്നുമല്ല സർ. പിന്നെ 2 ദിവസം മുൻപ് പത്രത്തിലൊരു കഥ വായിച്ചു. ഒരു മുസ്ലിം സഹോദരന്റെ കഥന കഥ. സ്വയം ദുഃഖം പേറി കടലിൽ ഉതിർ നടക്കാൻ വിധിക്കപ്പെട്ട ബഷീറിന്റെ കഥ. ഉതിറിയോ? അക്ഷരത്തെറ്റില്ലാതെ മലയാളം പറയാൻ പഠിക്കണോ ആദ്യം? അന്വേഷിച്ച് പറഞ്ഞു ആ പാവ ഇപ്പം ഇവിടെ ലോക്കപ്പിലുണ്ടെന്ന്. ഞങ്ങളുടെ സംഘടന അയാളുടെ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാണ് സാർ. അയാളെ ഞാൻ ജാമ്യത്തെടുത്തോളാം സാർ. ഓഹോ, നിങ്ങളുടെ സംഘടനയ്ക്ക് ബഷീറിനോട് മാത്രം എന്താ ഇത്ര സഹോദര സ്നേഹം? വേറെയും പല മുസ്ലിം സഹോദരന്മാരും കിടപ്പുണ്ട് സബ് ജയിലിൽ, ജാമ്യത്തിലെടുക്കാൻ ആളില്ലാതെ. അവരെ ഒന്നും നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടേ? അല്ല, അവരുടെ കാര്യത്തിലും സംഘടനയ്ക്ക് താല്പര്യമുണ്ട്. ആദ്യം ബഷീർ. സാധ്യമല്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് കാണാനെങ്കിലും. അതും സാധ്യമല്ല. ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സാറ് പറയുന്നേ? വകുപ്പോ? എനിക്ക് നീ എന്നെ വകുപ്പ് ഓടിക്കാൻ വന്നിരിക്കുന്നോ? പോടാ സാർ. പോടാ. സാറത്ര ചൂടാവൊന്നും വേണ്ട. Get out. ഒരു സഹോദര സംഘടനക്കാരൻ വന്നിരിക്കുന്നു. സാറ് ചോദിച്ചു ഇരിക്കട്ടെ. മുഹമ്മദ് അലി പൊയ്ക്കോ. SI അദ്ദേഹം ഇപ്പൊന്നും പോയില്ല. തന്നെ ഞാൻ പിന്നെ വിളിക്കാം. ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ സാമിയല്ലേ ഇത്? എനിക്ക് ബഷീറിനെ ഒന്ന് കാണണം. ബഷീറോ? അതെ, കപ്പലുണ്ടായിരുന്നു ബഷീർ. ഞാൻ പോർട്ടിൽ ചെന്നപ്പോ അവർ പറഞ്ഞു ഇവിടെ ഉണ്ടാവുമെന്ന്. നിങ്ങളാരാ? ഞാൻ വെങ്കട്രാമൻ, ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാ. ഉണ്ട്, ചെന്ന് ചോദിക്കും. മേ ഐ കം ഇൻ സർ? യെസ്. എന്ത് വേണം? ഇരിക്കൂ. എനിക്ക് ബഷീറിനെ ഒന്ന് കാണണം. എന്തിനാ കാണുന്നേ? നിങ്ങളയാളെ അറിയോ? അറിയും. അതൊരല്പം പഴയ കഥയാ. പറയൂ. ഞാൻ ബഷീറിനെ ആദ്യമായി... ഹലോ, അതെ. എവിടെ? മാർക്കറ്റിലോ? വരാം, ഉടനെ വരാം. മാർക്കറ്റിൽ സമരക്കാരെ ബസ്സിന് തീ വെച്ചെന്ന്. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. നമുക്ക് പിന്നെ കാണാം. ഒരു രക്ഷയില്ല സാർ. ആ SI ഭയങ്കര സാധനമാണ്. ഞാൻ കാല് പിടിച്ചു നോക്കി. ബഷീറിനെ ഒന്ന് കാണാൻ പോലും അയാൾ സമ്മതിച്ചില്ല. ആവശ്യമില്ലാതെ വക്കീലിനെ വാശി കയറ്റുണ്ടായിരുന്നു. വക്കീലോ?
വാശി? ഇന്നലെ പറഞ്ഞത് സാറിന് ഓർമ്മയില്ല. സാറ് ഭയങ്കര ഫിറ്റായിരുന്നു. അതിന് വക്കീൽ ഈ അറസ്റ്റ് തമ്മിൽ എന്തോന്നാ ബന്ധം? ബഷീർ ക്യാപ്റ്റനെ ആക്രമിച്ചു എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ബഷീറിനെ കപ്പലിൽ നിറക്കാൻ വേണ്ടി ചമച്ചൊരു കെട്ടുകഥയാ. അതിന്റെ പിറകില് ആ വക്കീലിന്റെ ബുദ്ധിയാ. സാർ ആ കമ്മീഷണർ കാത്തിയാൻ സാർ ഒന്ന് വിളിച്ച് അങ്ങനെ വിചാരിച്ചാൽ നടക്കൂ. നീ ആ ഫോൺ ഇങ്ങടുത്തേ. ഹലോ, കമ്മീഷണർ ഉണ്ടോ? ഇല്ലേ? ഞാൻ ഒരു സുഹൃത്താ. ഇല്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. കമ്മീഷണർ ഇല്ല, രാത്രിയിലെത്തൂ. സാർ, ഞാൻ സ്റ്റേഷനിലുണ്ടായിരുന്നപ്പോ ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനിയിലെ ഒരു വെങ്കിട്ടരാമൻ ബഷീറിനെ കാണാൻ വന്നിരുന്നു. വെങ്കിട്ടരാമൻ? ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനിയോ? അയാൾ ബഷീറിനെ കണ്ടോ? ഇല്ല, ആരോ ബസ് കത്തിച്ചെന്ന് പറഞ്ഞ് ഫോൺ വന്നു. എസ് ഐ ഉടനെ പുറത്തേക്ക് പോയി, അതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. വെങ്കിട്ടരാമൻ, ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനി. ഹലോ, ട്രങ്ക് ബുക്കിംഗ്. ദിസ് ഈസ് 345426. I have booked a call to Bombay. Ticket number V6. Can you tell me the position? 12ാമത്തെ കോളോ? 1 മണിക്കൂർ എടുക്കുന്നോ? ഉത്തമ, നിങ്ങൾ പോയിക്കോ. ഞാൻ ഹെഡ് ഓഫീസിലേക്ക് ഒരു കോൾ ബുക്ക് ചെയ്തിട്ടിരിക്കുക. കിട്ടാൻ അല്പം വൈകും. ഓഫീസ് ഞാൻ പൂട്ടിക്കോളാം. നീ രാവിലെ വീട്ടിൽ വന്ന് താക്കോല് വാങ്ങിച്ചോ. ശരി സാർ. ആ. ഹലോ, എയർപോർട്ട് എൻക്വയറി ആണോ? നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാ വീട്ടിൽ പോലും കയറാതെ ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്. എന്താ അത്ര അത്യാവശ്യം? എനിക്ക് പറയാം. നമ്മുടെ ബഷീർ എങ്ങനെയുണ്ട്? എന്താ കാര്യം? ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഈ ബഷീർ ക്യാപ്റ്റനെ ആക്രമിച്ചു എന്ന് പറയുന്നത് കേട്ടിട്ട് എനിക്ക് എത്ര വിശ്വാസം പോരാ. ഡാ നിന്റെ ഈ വേലയൊന്നും എന്റെ അടുത്ത് ഇറക്കണ്ട. എനിക്ക് ഇന്നലെ മനസ്സിലായി ഈ സംഭവം നിന്റെ കുരുട്ട് ബുദ്ധി ഉദിച്ചതാണെന്ന്. പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഭാവിച്ചെന്നേ ഉള്ളൂ. അല്ല, എനിക്കൊന്നും അറിയില്ല. ഒന്ന് പോടാ. നിന്റെ അത്ര ഇല്ലെങ്കിലും അല്പം തലച്ചോറ് എനിക്കുമുണ്ട്. KRF 3577 അഡ്വക്കേറ്റ് ഭാസ്കരപിള്ളയുടെ കാറ് വാർഫി കിടക്കുന്നതേ ഞാൻ കണ്ടു. അതുകൊണ്ട് നീ വലിയ ബുദ്ധിമാനാണെന്ന് കരുതി ജലിയണ്ട. ആ ശരി, സമ്മതിച്ചു, ഞാൻ തർക്കിക്കുന്നില്ല. പിന്നെ നീ ബഷീറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. അവനെ കാണാനെന്നും പറഞ്ഞ് 1-2 പേരൊന്ന് സ്റ്റേഷനിൽ വന്നിരുന്നു. ആര്? ഒന്നൊരു മുസ്ലിം സംഘടനക്കാരൻ. അവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒരു ഫ്രോഡാണെന്ന്. അവനെ വരട്ടി ഓടിച്ചു. പിന്നെ വന്നത് ഒരു സാമിയ. ഇയാളെന്തിനാ ബഷീറിനെ കാണാൻ വന്നത്? അത് പറയാൻ തുടങ്ങിയപ്പോഴാ ജാഥക്കാര് ബസ്സിന് തീവച്ചെന്നും പറഞ്ഞ് എനിക്ക് ഫോൺ വന്നത്. അതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല. നമുക്ക് ഈ സാമി ഒന്ന് കാണണം. ഹലോ, അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള ഹിയർ. സാമി ഉണ്ടോ അവിടെ? ഓ, താങ്ക് യു. അയാൾ ഓഫീസിൽ കാണും, നമുക്ക് അങ്ങോട്ട് പോവാം. ആ ലൈറ്റില്ല. തീപ്പെട്ടി നിർത്ത്. Tommy? 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 He's dead. My God. എന്താ വേണ്ടത്? നീ പോയിക്കോ. അപ്പൊ നീയോ? ഞാൻ ഈ മർഡർ ഒന്ന് റിപ്പോർട്ട് ചെയ്യട്ടെ. രാജു, ബഷീറിന്റെ പ്രശ്നം ഞാൻ വിചാരിച്ചതിനേക്കാൾ ഏറെ ഗൗരവമുള്ളതാണ്. അയാളെ കാണാൻ വന്നയാൾക്ക് ഈ ഗതിയാണെങ്കിൽ
ബഷീറിനെ ചുറ്റിപ്പറ്റി എന്തെല്ലാമോ രഹസ്യങ്ങളുണ്ട്. കപ്പലിൽ വെച്ച് ബഷീറിനെ കൊല്ലാനുള്ള ശ്രമം, ഇപ്പൊ ഇതും. there is some mystery behind it. രാജു, എന്ത് പ്രശ്നം നീ ബഷീറിനെ വിട്ടുകൊടുക്കരുത്. ഐ നോ ഇറ്റ്. ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. മറ്റന്നാൾ അവനെ കോടതിയിൽ ഹാജരാക്കുന്നവരെ ആരെത്ര ശ്രമിച്ചാലും ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല. ഗുഡ് നൈറ്റ്. ഒരു മര്യാദയില്ലാത്ത പെരുമാറ്റമാ സാറേ ആ എസ്ഐയുടേത്. അയാളെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. വരുന്നവർക്കൊക്കെ ലോക്കപ്പിൽ കിടക്കുന്ന പുള്ളികളെ കാണിച്ചു കൊടുക്കണമെന്ന് നിയമമൊന്നുമില്ല. അപ്പൊ സാറ് പറഞ്ഞാൽ നടക്കില്ലേ? ദാറ്റ്സ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. വില്യംസേ, പഴയ കാലമൊന്നുമല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് നിയമം അറിയാം. താൻ എനിക്ക് വേണ്ടപ്പെട്ടവനായതുകൊണ്ട് ഞാൻ അനുസരിക്കും. അയാൾക്ക് അതിന്റെ ആവശ്യമില്ല. സാറിന് അയാളെ ഒന്ന് നിർബന്ധിച്ചുകൂടെ? ലോക്കപ്പിൽ കിടക്കുന്ന പുള്ളി ഇറക്കി വിടാനും. താൻ എന്ത് വിവരക്കേടാടോ ഈ പറയുന്നത്? കംപ്ലൈന്റിന്റെ പേരിൽ FIR എഴുതി അറസ്റ്റ് ചെയ്ത പ്രതിയെ ഞാൻ പറഞ്ഞാൽ എങ്ങനെ വിടും? അല്ല സാർ, ഈ അറസ്റ്റ് നാളെ ആ SIക്ക് തന്നെ ഉപദ്രവമാവുമെങ്കിലോ? അതുകൊണ്ട് അയാളുടെ ജോലി പോകുമെങ്കിലോ? എങ്ങനെ? പാകിസ്ഥാൻ ചാർന്നാണെന്നുള്ള സംശയത്തിന്റെ പേരിൽ ബഷീറിനെ ഒരിക്കലും കരക്കിറക്കിക്കൂടാ എന്ന് മന്ത്രി പറഞ്ഞതിന്റെ പേരില കളക്ടർ ഇന്റർവ്യൂ മോഡൽ ക്യാൻസൽ ചെയ്തത്. അയാളെ ഇറക്കിയേ ഇറങ്ങൂ എന്നുള്ള വാശിയിൽ ചിലർ നടത്തിയ നാടകത്തിന്റെ ഭാഗമാ ഈ അക്രമവും ബഹളവും അറസ്റ്റും. സാർ ആ ബഷീറിനെ കണ്ടിട്ടുണ്ടോ? ഈ ലോകത്തിൽ ഒരുത്തരും വിശ്വസിക്കില്ല അവൻ തല്ലിനും വഴക്കിനും മുതിരുന്നതാണെന്ന് പറഞ്ഞാൽ. സാർ ഇതൊക്കെ പറഞ്ഞ് ആ SI ഒന്ന് വിരട്ടിക്ക്. അവൻ വന്ന് സാറിന്റെ കാല് പിടിക്കും, ഒന്ന് രക്ഷിക്കണേ എന്നും പറഞ്ഞ്. മിനിമം DYSP എങ്കിലുമായി റിട്ടയർ ആകേണ്ടവൻ SI ആയിരിക്കപ്പോ തന്നെ വീട്ടിൽ പോയിരിക്കാൻ ആഗ്രഹിക്കുമോ സാറേ? അപ്പൊ FIR ഒന്ന് കള സാറേ. FIR എന്തുവാ? ഒരിക്കലും മാറ്റി എഴുതാൻ സാധിക്കാത്ത തകരെഴുത്താണോ? ആ കപ്പൽ സ്ഥലം വിട്ട് കഴിഞ്ഞു. ആ കപ്പലിൽ അങ്ങോട്ട് അക്രമം നടന്നിട്ടില്ല. അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇല്ല. ഈ പേരിൽ ഒരാളെ കസ്റ്റഡിയിലുമില്ല. സാർ SIക്ക് ഒന്ന് ഫോൺ ചെയ്തേ. ധൈര്യമായിട്ട് ചെയ്യണം സാർ. ഞാനൊരു അബദ്ധം കാണിച്ചത്. വേലിയെ കിടന്ന പാമ്പിനെ എടുത്ത് വെറുതെ ആ വക്കീലിനെ പിരികേറ്റിയല്ലോ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. സാറ് ഫോൺ ചെയ്യേ. ഹലോ, ഹാർബർ പോലീസ് സ്റ്റേഷൻ. ഞാൻ കമ്മീഷണർ. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? എന്ത് പറ്റി സാർ? എടുക്കുമ്പോ തന്നെ ഡിസ്കണക്ട് ആയി പോകുന്നു. നമുക്ക് അവിടെ വരെ പോവാം. വാ സാറേ. താൻ പൊക്കോ, ഞാൻ വന്നേക്കാം. ഇവിടെ എന്താ ഫോൺ വർക്ക് ചെയ്യുന്നില്ലേ? ഇല്ല സാർ, റിങ് ചെയ്യും. എടുത്താൽ ഉടനെ ഡിസ്കണക്ട് ആവും. താനിങ് വന്നേ. മിസ്റ്റർ രാജേന്ദ്രൻ. സാർ, യു സീ, ദിസ് എ വെരി സീരിയസ് അഫെയർ. സോറി സാർ. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ അനുഭവിച്ചോളാം. സാറിന് നിർബന്ധമാണെങ്കിൽ റിട്ടേണായി എഴുതി തന്നാൽ ഞാൻ വിടാം. അല്ലാതെ എന്ത് പറഞ്ഞാലും എനിക്ക് പറ്റില്ല സാർ. ഐ ആം സോറി. സാർ, വില്യം സാറല്ലേ? അതെ. ഞാൻ ബാപ്പുട്ടി. സാർ ഓർക്കുന്നില്ലേ?
ആ നീ എന്താ ഇവിടെ? ബഷീറിന്റെ ഒരു ഫോട്ടോ പത്രത്തിലുണ്ടായിരുന്നു. ഞാൻ അത് അന്വേഷിച്ചു വന്നതാ. ബഷീർ ഈ സ്റ്റേഷനിൽ. ഞങ്ങൾ അവനെ അന്വേഷിച്ച് വന്നതാ. അവൻ ഈ സ്റ്റേഷനിലല്ല, അങ്ങ് ടൗൺ സ്റ്റേഷനിലല്ല. ഞങ്ങൾ അങ്ങോട്ട് പോവുക. നീ വരുന്നോ? ആ എന്നാ കയറിക്കോ.